നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കടലാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. പക്ഷിത്തലയുള്ള തോത്ത് എന്ന ദേവനാണ് മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചത്. ഇത് ഈജിപ്തുകാരുടെ വിശ്വാസമാണ്. ഒരു ദിവസം മനുഷ്യരെയെല്ലാം വിളിച്ചുകൂട്ടിയ തോത്ത് എന്ന ദേവൻ തൻ്റെ നീണ്ട കൊക്കുകൊണ്ട് മണലിൽ എഴുതി കാണിച്ചു. ഇത് വെറും കഥയാണ്. പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ എഴുതാൻ അറിയാമായിരുന്നു. അക്ഷരങ്ങൾ വികസിച്ചതോടെയാണ് എഴുത്തുപകരണങ്ങളുടെ കാലം തുടങ്ങുന്നത്. ചൈനക്കാർ ആദ്യമായി ബ്രഷ് ഉണ്ടാക്കി. ഒട്ടകരോമം കൊണ്ട് പിന്നീട് പുൽത്തണ്ടുകൾ ചെത്തിക്കൂർപ്പിച്ച് ഈജിപ്തുകാർ പേനകൾ ഉണ്ടാക്കി. കരിയും പശയുമൊക്കെ ചേർത്ത് മഷി ഉണ്ടാക്കുന്ന വിദ്യ പണ്ട് തൊട്ടേ ഈജിപ്തുകാർക്കും ചൈനക്കാർക്കും അറിയാമായിരുന്നു. നാരായമാണ് എഴുത്തുവിദ്യയിൽ പിന്നീട് വന്ന ഒരു പരിഷ്കാരം. ഗ്രീക്കുകാരും റോമാക്കാരും വർഷങ്ങൾക്ക് മുമ്പേ നാരായം ഉപയോഗിച്ചിരുന്നു. പണ്ടത്തെ ഭാരതീയർ കടലാസിനു പകരം താളിയോലകൾ ഉപയോഗിച്ച് നാരായമായിരുന്നു ഓലയിൽ എഴുതുവാൻ ഉപയോഗിച്ചിരുന്നത്. പേന ചൈനക്കാർ കടലാസ് കണ്ടുപിടിച്ചതോടെ എഴുതാൻ നാരായവും പുൽത്തണ്ടുമൊന്നും ചേരാതെ വന്നു. അങ്ങനെ പക്ഷിത്തുവലുകളുടെ അറ്റം കൂർപ്പിച്ച് മഷിയിൽ മുക്കി എഴുതുന്ന പേനകൾ രംഗത്തെത്തി. 19-ാം നൂറ്റാണ്ടോടെ ലോഹ നിബ്ബുള്ള സ്റ്റീൽ പേനകൾ യൂറോപ്പിൽ പ്രചാരത്തിലായി. എഴുത്ത് കൂടുതൽ സുഖകരമായെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ പേന മഷിയിൽ മുക്കണമായിരുന്നു. അമേരിക്കക്കാരനായ ലൂയി എഡ്സൺ വാട്ടർമാനാണ് ഇതിനൊരു പരിഹാരം കണ്ടത്. അകത്തു മഷി നിറയ്ക്കാവുന്ന ഫൗണ്ടൻ പേനകൾ 1884 ലൂയി എഡ്സൺ വാട്ടർമാൻ വികസിപ്പിച്ചു. മഷി മുക്കുകയോ നിറയ്ക്കുകയോ വേണ്ടാത്ത രസികൻ ബോൾ പോയിൻ്റ് പേനകളുമായി രംഗത്തെത്തിയ ആളാണ് ഹംഗറിക്കാരനായ ജോൺ ലൗഡ് ലാസ്ലോ സീറോ. ഇത് ഫൗണ്ടൻ പേനയെ പിന്നിലാക്കി. ആർക്കും വായിക്കാവുന്ന ഭംഗിയുള്ള അക്ഷരങ്ങൾ വളരെ വേഗത്തിൽ എഴുതാവുന്ന യന്ത്രം എന്ന പേരിലാണ് 1867 ടൈപ്പ് റൈറ്റർ രംഗത്ത് വന്നത്. 1937 ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളും രംഗത്തെത്തി. എഴുത്തിനെ സഹായിക്കാൻ കമ്പ്യൂട്ടറുകൾ എത്തിയതോടെ ടൈപ്പ് ചെയ്യുന്നത് അതേപടി സ്ക്രീനിൽ കാണാമെന്നായി. ഒരു സ്വിച്ച് അമർത്തിയാൽ പ്രിൻ്റ് വരുന്ന യന്ത്രങ്ങളും ഇന്ന് രംഗത്തെത്തി. എഴുത്തും അച്ചടിയും ഇന്ന് വളരെയേറെ മാറി. എഴുത്തിൽ നിന്ന് കടലാസ് പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് കേട്ടെഴുതുകയും മനസ്സിൽ വിചാരിക്കുന്ന അതേപടി പകർത്തുകയും ചെയ്യുന്ന യന്ത്രങ്ങളായിരിക്കും ഇനിയും വരാനുള്ള നാളുകളിൽ വിപ്ലവം സൃഷ്ടിക്കുക. കത്തുകൾ അയക്കാൻ പലതരം കവറുകൾ നമ്മൾ ഉപയോഗിക്കാം.